ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. അധ്യാപികയും വിദ്യാർത്ഥിയുമാണ് മരിച്ചത്. വിദ്യാർത്ഥിനിയുമാണ് മരിച്ചത്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ്, മറ്റുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? പരിക്കേറ്റവരുടെ ആരോഗ്യനില ഏത് രീതിയിലാണ്? കീർത്തന, അല്പസമയം മുമ്പാണ് ഈ ബസ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട് നാഗർകോവിലിലെ കോളേജിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. കേരള രജിസ്ട്രേഷൻ വാഹനമാണ് അപകടത്തിൽ പെട്ടത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 40 പേര് വാഹനത്തിലുണ്ടായിരുന്നു. അതിലൊരു വിദ്യാർത്ഥിയും അധ്യാപികയും മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ എക്കോ പോയിന്റിന്റെ സമീപത്ത് വെച്ചൊരു കുഴിയിലേക്ക് ഈ ബസ്സിന്റെ ടയർ വീഴുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിൽ തന്നെ മറിയുകയുമായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ അധ്യാപികയും വിദ്യാർത്ഥിനിയും മരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് ആളുകൾക്കും സാരമായിട്ടുള്ള പരിക്കുണ്ട്. ഇവരെ മൂന്നാർ ടാറ്റ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകട കാരണം ഈ വാഹനത്തിന് എന്തെങ്കിലും അമിത വേഗതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തകരാറോ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഈ അപകട സ്ഥലത്ത് നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരെ എല്ലാവരെയും തന്നെ മൂന്നാർ ടാറ്റ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്കോ കോതമംഗലത്തേക്കോ ഉൾപ്പെടെ കൊണ്ടുപോകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നു. ശരി, രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒരു അധ്യാപികയും വിദ്യാർത്ഥിനിയുമാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്.